പിന്നെ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞ എങ്ങോട്ടാ ഞങ്ങൾ പോണേ? ഇന്നല്ലേ ഇറച്ചിക്കടന്റെ ഉദ്ഘാടനം, നാളെ മീൻ പീടിന്റെ ഉദ്ഘാടനം ഉണ്ട്. നമ്മൾ ചെറിയൊരു ബ്ലോഗറല്ലേ, നമുക്ക് അതൊക്കെ അല്ലേ കിട്ടുള്ളൂ. അല്ല നമ്മൾ സെലിബ്രിറ്റി ഇട്ടേ, നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഉദ്ഘാടനം അതിന് പോകണം? ഇങ്ങനെയാ പോണത്? മനുഷ്യന്മാർ കളിയാക്കൂലേ? മനുഷ്യന്മാര് കളിയാക്ക്. ഇവിടെ ഏത് ഡ്രസ്സ് ഇട്ട് കാട്ടി നമുക്ക് പോകാം. ഇന്നലെ കണ്ടിലേക്ക് മാതൃഭൂമി ചാനൽ, 24 ചാനൽ, റിപ്പോർട്ടർ ചാനൽ, മീഡിയ വണ്ട് ചാനൽ, മനോരമ ചാനലിലൊക്കെ പറഞ്ഞിട്ട് ഏത് ഡ്രസ്സ് ഇട്ട് കാട്ടും എങ്ങനെ ഇറക്കാം, അതൊരു മൗലിക അവകാശമാണെന്ന് അതിനാരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഏത് ഡ്രസ്സ് ഇട്ടോണ്ട് ഏത് കുളത്തിലുമാണെങ്കിലും നമുക്ക് ആരും നമ്മളൊന്നും പറയില്ല. ആൾക്കാർ കളിയാക്കും മനുഷ്യ. ആൾക്കാർ കളിയാക്കി അപ്പൊ മുഖ്യമന്ത്രിനെ വിളിക്കണം. നമ്മളെ കളിയൊക്കെ നമുക്കെതിരെ കമന്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം നേരെ മുഖ്യമന്ത്രിനെ വിളിക്കുക. ഓര് വളഞ്ഞിട്ട് പിടിച്ചോളൂ. അത് നമ്മളെ പണിയല്ല, അത് മുഖ്യമന്ത്രിൻ്റെയും സർക്കാരിൻ്റെയും പണിയാണ്. അത് നമുക്ക് നോക്കേണ്ട. ഈ ഒരു വിഷയത്തെ ഇതിൽ കൂടുതൽ ബെറ്ററായിട്ട് ഒരാൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല, നമ്മൾ പറയത്തില്ല, കലയെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലൊരു വഴിയിലൂടെയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് പറയാനുള്ള കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സറ്റയർ എന്നൊക്കെ പറയുന്നതിൻ്റെ അതേ വേർഷൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ആക്ഷേപ ഹാസ്യം. നമ്മുടെ കുഞ്ചൻ നമ്പ്യാരൊക്കെ ഒരു കാലത്ത് എങ്ങനെയാണോ ഈ സമൂഹത്തിനോട് നടന്നിട്ടുള്ള അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെയൊക്കെ ഈ കലയിലൂടെ കൃത്യമായിട്ട് പോരാടി മാറ്റം വരുത്തിയത്, അതിന് തത്തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഷോർട്സ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. നല്ല രീതിക്ക് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഞാൻ മായ ചേച്ചിയുടെ റിയാക്ഷൻ വീഡിയോ കണ്ട സമയത്താണ് ഇത് കാണുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ചേട്ടൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. സമകാലിക വിഷയങ്ങളെ കൃത്യമായിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു ചാനലാണതെന്ന് പറയുന്നത്. ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് അടക്കമുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ADM നവീൻ ബാബുവിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ കുടുംബത്തിനോടൊപ്പമാണ് പാർട്ടി പ്രവർത്തകരായിട്ടുള്ള വ്യക്തികളായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം കാലാകാലങ്ങളായിട്ട്. പക്ഷേ ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ മരണവുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, ദുരൂഹതകൾ ഉൾക്കൊള്ളുന്ന സമയത്ത്, നിലനിൽക്കുന്ന സമയത്ത്, അതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കതിൽ സംശയം തോന്നി. അതായത് പോലീസ് അന്വേഷണത്തിൽ സംശയം തോന്നുന്ന സമയത്ത് CBIയുടെ അന്വേഷണം വേണമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷ എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സപ്പോർട്ട്, അതായത് ഇരയാക്കപ്പെട്ട ഈ പറഞ്ഞ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പമാണ് സർക്കാർ എന്ന് ഏറ്റുപറഞ്ഞിരുന്ന ആ ഒരു സമയത്ത് പോലും ഇപ്പം മാറ്റി മറ്റൊരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അവിടെ PP ദിവ്യയുടെ കൂടെയാണ് എല്ലാ സപ്പോർട്ടും പറഞ്ഞുകൊണ്ട് ഇപ്പം പാർട്ടി നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ കണ്ടതാണ് കൃത്യമായി മഞ്ജുഷ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലേക്ക് അവർ CBI അന്വേഷണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൂടെ നിൽക്കുന്നതിന് യാതൊരു തട്ടും ബാക്കി ഒരു കാര്യങ്ങളും ഇവിടെ നമ്മുടെ സർക്കാരിന് സംഭവിക്കാൻ പോകില്ല. അതായത് അവർ സംരക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന PP ദിവ്യ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നതിൻ്റെ കാര്യം? അപ്പം അവിടെ കൃത്യമായിട്ട് ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവ് മരിക്കുന്നു, ആ മരണത്തിൽ ദുരൂഹതകളുണ്ട്, അവരുടെ 2 പെൺകുട്ടികളുണ്ട്, അവരുടെ ജീവിതം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതെങ്കിലും കണക്കിലെടുക്കേണ്ടതല്ല. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലും നോക്കാതെ ആ വ്യക്തിക്ക് കൊടുക്കാത്ത നീതി മൊത്തവും ഹണി റോസിൻ്റെ പരാതിയിൽ പെട്ടെന്ന് തന്നെ നടപ്പിലാവുന്ന സമയത്ത് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞ സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഇതിലപ്പുറത്തേക്ക് വൾഗറായിട്ടുള്ള കമൻറ്റുകൾ നേരിടുന്ന അത്രയും വൃത്തികെട്ട രീതിക്കുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പലതരത്തിലുള്ള ആൾക്കാർ ഈ കമൻറ്റുകളിലൂടെ മാത്രമല്ല പല ഫോൺ കോൾസ് വരുന്നുണ്ട്. നമുക്ക് ഒരിക്കലും ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നമ്പറിലൂടെ വരുന്നുണ്ട്. പല തലങ്ങളിലേക്ക് പെൺകുട്ടികളുടെ ഫോട്ടോസ് വെച്ചിട്ട് മോർഫ് ചെയ്തു അത്തരത്തിലും പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ പറയുന്ന സൈബർ സെല്ലിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും അതോറിറ്റീസിലൊക്കെ ഈ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വർഷങ്ങളോളം ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ടും 5-6 വർഷം ഹെലൻ്റെ ഒരു വാർത്ത, അല്ലെങ്കിൽ ആ കുട്ടി തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ചെന്നിട്ട് 5 വർഷമായിട്ട് കോടതി കയറി ഇറങ്ങുന്ന ഒരു സംഭവത്തിനെ കുറിച്ചൊക്കെ. അപ്പം ഇത് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് അവർ മടുത്ത് വേണ്ട എന്ന് പറഞ്ഞ് അവർ സ്വന്തമായിട്ട് കൈകഴുകി പോകേണ്ട അവസ്ഥയിലേക്ക് വരും. പക്ഷേ ഇവിടെ ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പരാതി കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബോച്ചയെ അപ്പം തന്നെ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുന്നു. അപ്പോൾ അത്രയും നല്ല ശേഷിയുള്ള, കാര്യശേഷിയുള്ള, അത്രയും ഊർജ്ജസ്വരായിട്ടുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുള്ള സമയത്താണ് PP ദിവ്യയെ പിടിക്കാൻ വേണ്ടി എത്രയോ കാലങ്ങളോടെ അവിടെ ഇങ്ങനെ ഓടേണ്ടി വന്നിട്ടുള്ളതെന്ന്. അപ്പം അതിൻ്റെ കാര്യം കൃത്യമായിട്ട് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെയും കേസ് വന്നിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഭ്യതയുടെ അതിർവരമ്പിനെ കുറിച്ചാണ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പറയുന്ന ആൾക്കാരുണ്ട്, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരാണ് 99% ആൾക്കാരെന്ന് പറയുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും അതാണ് കാണുന്നത്. പക്ഷേ ഇതിന് മുന്നുള്ള രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ
പറയുന്ന ബിഗ് ബോസ് അടക്കമുള്ള അങ്ങനത്തുള്ള പ്രോഗ്രാംസിലൊക്കെ അദ്ദേഹത്തിന്റെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഷയെല്ലാം സഭ്യതയുടെ അതിർവരമ്പ് ഒരിക്കലും അതിനോട് നിൽക്കുന്ന തരത്തിലല്ല. ഇപ്പം പറയുന്ന വാചകമൊന്നുമല്ല. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം. ഇന്ന് അതിനെക്കുറിച്ച് ബോധവാനായിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. എന്നാലും ഇന്ന് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ 99% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഭരണഘടന എന്ന് പറയുന്ന വ്യവസ്ഥിതി അല്ലെങ്കിൽ അത് 19(1) പ്രകാരം കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന എക്സ്പ്രഷൻ, നമ്മുടെ റൈറ്റ് ടു എക്സ്പ്രഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീഡം, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫ്രീഡം തരുന്നുണ്ട്. നമ്മുടെ ഈ എക്സ്പ്രഷൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള ആശയങ്ങളുടെ കാര്യത്തിലായാലും നമ്മുടെ ഈ പറയുന്ന മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്രീഡം തരുന്നുണ്ട്. ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം 19(1) പറയുന്നത് ഈ പറയുന്ന എക്സ്പ്രഷനുള്ളതാണ്, നമ്മുടെ സംസാരത്തിനുള്ള സ്വാതന്ത്ര്യം ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സഭ്യതയുടെ അതിർവരമ്പ് കടക്കരുത് എന്നൊരു പറയുന്നത്, അത് കുറച്ച് ഡിഗ്നിറ്റി വേണം എന്നൊരു സംഭവം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തും കയറി പറയാന്നല്ല, നമുക്ക് വിമർശനം പറയാൻ പറ്റും. പക്ഷെ ആ വിമർശനം പറയുന്ന സമയത്ത് സഭ്യമായിട്ടുള്ള ഭാഷാപ്രയോഗങ്ങൾ മാത്രമാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എല്ലാം പറയാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഹണി റോസിന് അവരുപയോഗിക്കുന്ന വസ്ത്രം ഇപ്പം ശരിയാണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മളിനി 100 പേരല്ല 1000 പേരല്ല കോടിക്കണക്കിന് ആൾക്കാർ ചേർന്ന് അങ്ങോട്ട് ചെന്ന് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കാൻ പോകുന്നില്ല. അത് അവർക്ക് സ്വയം തോന്നേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചുമ്മാതെ കിടന്ന് അലച്ചലച്ച് ചുമ്മാതെ എന്തൊക്കെയോ കേസ് വാങ്ങിച്ചു കൂട്ടുന്നതിൽ അപ്പുറത്തേക്ക് അത് തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറയാൻ തോന്നിയത്. ഈ ചെയ്യുന്ന ആൾക്കാർക്കാണ് കോമൺ സെൻസ് വേണ്ടുള്ളത്. അവർക്ക് തോന്നണം, അല്ലെങ്കിൽ അവർ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ തോന്നണം ചില വസ്ത്രങ്ങൾ ശരിയായിരുന്നില്ല എന്ന് തോന്നണം. അത് അവർക്ക് തോന്നാത്തിടത്തോളം കാലം നമ്മൾ കിടന്നിട്ട് ഏറ്റു പറഞ്ഞിട്ടോ നമ്മൾ വാചകം അടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഏത് സ്ഥലത്ത് ഏത് അനുയോജ്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമ്മുടെ റൈറ്റ് തന്നെയാണെങ്കിലും നമ്മുടെ ആ പരിസ്ഥിതി എന്താണ്, അവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതി എന്താണെന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മുടെ കോമൺ സെൻസ് ആണ്. അപ്പം നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അത് ശരിയാവണമെന്നില്ല. ആ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് സഭ്യമായിട്ടുള്ള ഭാഷയിൽ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ വിമർശനം നടത്താം, പക്ഷെ അതിനൊരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പ് കടന്നു കഴിഞ്ഞാൽ അത് കേസിലേക്കും കൂട്ടങ്ങളിലേക്കും പോകുന്നതാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രാഹുൽ ഈശ്വർ ഈ പറയുന്ന സഭ്യതയുടെ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിക്കുള്ളൊരു വൾഗറായിട്ടുള്ള കാര്യങ്ങൾ പദപ്രയോഗമൊന്നും നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഷാപ്രയോഗങ്ങളിലായാലും എവിടെയൊക്കെയാണോ കൃത്യമായി ബഹുമാനം കൊടുക്കേണ്ടത് ആ ബഹുമാനമെല്ലാം കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ സംസാരിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിന് അനുകൂലിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള 99% അല്ലെങ്കിൽ 99.99% ആൾക്കാർ പറയുന്നതെന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ഈ വസ്ത്രധാരണം ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ആൾക്കാർ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ രീതികൾ എങ്ങനെയാണ്, സ്വഭാവ രീതികൾ എന്നാണെന്ന് കൃത്യമായിട്ട് ഇവിടെയുള്ള എല്ലാ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യമാണ് ഇവിടെ എങ്ങനെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. അതിനുശേഷം അത് തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഒരു പെൺകുട്ടിയൊക്കെ ഈ പറയുന്ന സൈബർ സെല്ലിലേക്കും മറ്റും കംപ്ലൈൻറ്റുമായി ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനത്തുള്ള ഈ പറയുന്ന വൃത്തികേടുകൾ സഹിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്പറിൽ നിന്ന് ഞങ്ങൾക്ക് ഭീഷണികൾ വരുന്നുണ്ട്, വൃത്തികേടുകളായിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലതാമസം എടുക്കുന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് നടക്കുന്നു എന്നൊരു സംഭവം. ഇത് മാത്രമല്ല, ഈ പറയുന്ന രശ്മിക മന്ദാനയുടെ കാര്യം വരുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്. മോർഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അത് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന സൈബർ ഇടത്തിൽ കണ്ടുപിടിക്കപ്പെട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ പറയുന്ന കേന്ദ്ര ഗവൺമെന്റും എല്ലാം തന്നെ കൂട്ടിരുന്നു. അമിതാഭ് ബച്ചൻ പോലും, അത് ഈ പറയുന്ന സിനിമാ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പിന്തുണ നൽകി പെട്ടെന്ന് തന്നെ അതിന്റെ കുറ്റവാളിയെ കണ്ടെത്തുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലിബ്രിറ്റി മോഡിലുള്ള അല്ലെങ്കിൽ ഫെയിം ആയിട്ട് നിൽക്കുന്ന, സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ അതോറിറ്റീസ്, നമ്മുടെ ഈ ഗവൺമെന്റ് എല്ലാം കൂട്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ അവർക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്തി കൊടുക്കും, അവർക്ക് അതിനുള്ള നീതി ഉറപ്പാക്കി കൊടുക്കും. പക്ഷെ താഴെത്തട്ടിലുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇവിടെ ഫെയിമും ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്ന ആൾക്കാരെയും സാധാരണ ജനങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മെജോറിറ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളാണ്. ഇന്നിവിടെ ഒരു സർക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഭരണകൂടം ഇന്ത്യൻ ഗവൺമെന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. അപ്പോൾ ആ സാധാരണ ജനങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മുടെ ഭരണഘടനയിൽ പോലും പറയുന്നത് നമ്മുടെ ജനങ്ങളാണ് എല്ലാത്തിനും ആധാരം, അവരാണ് എല്ലാത്തിൻ്റെ ഉറവിടം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം പോലും തുടക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ഇത്രയും ജനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഈ പറയുന്ന, നമ്മൾ പറയത്തില്ല ജനാധിപത്യം എന്ന് പറയുന്ന സമയത്ത് പോലും ഇവിടെ ജനങ്ങളാണ് രാജാവ് എന്ന് പറയുന്നത്. എന്നിട്ടും സാധാരണ ജനങ്ങൾക്ക് കിട്ടാത്ത നീതി ഈ പറയുന്ന സെലിബ്രിറ്റി മോഡിലുള്ള ഏറ്റവും ഫെയിമിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നത് ഒരു അനീതികേട്
തന്നെയാണ്. നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴും നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഭരണഘടന തന്നെയാണ്. കാരണം ഭരണഘടനാധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് അവസര സമത്വം അല്ലെങ്കിൽ നീതി, ഈ പറഞ്ഞ നിയമത്തിന് മുന്നിൽ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണക്കാക്കണമെന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനുള്ളതൊക്കെ നമുക്ക് ഈ പറയുന്ന കണക്ക് സാധാരണക്കാർക്ക് തിരിച്ച് മറുപടി പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന സർഗാത്മകമായിട്ടുള്ള കലകളിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു കേസ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതിൻ്റെ പേരിൽ മാത്രം കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ എല്ലാ ആണുങ്ങളെയും കൃത്യമായിട്ട് പിടിച്ച് ജയിലിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ജയിലുകളുടെ എണ്ണം കൂട്ടേണ്ടിയും വരും.